അതൊരു തലമുറയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്, ഒടുങ്ങാത്ത പ്രാർത്ഥനയാണ്. കാരണം ഞങ്ങളുടെ ധമനികളെ, ഞങ്ങളുടെ ഹൃദയമിടിപ്പുകളെ, സിരകളിലോടുന്ന രക്തസമ്മർദ്ദത്തെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു പന്താട്ടക്കാരനും ഈ ഭൂമിയിൽ പിറന്നിട്ടില്ല. ഇനിയുണ്ടാവില്ല ഫുട്ബോൾ ലോകത്തെ ഇങ്ങനെയൊരു ഇതിഹാസം. ആ ഇതിഹാസത്തിന്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. വായുവിലേക്ക് ചാടിയുയർന്ന് രണ്ടു കാലുകളും വിടർത്തിയൂന്നി ഒരു നിൽപ്പുണ്ട്, കൂടെ സൂ എന്നൊരു മുഴക്കവും. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ഒരാൾ അവനോട് ചോദിച്ചു. അതിനവൻ ഉത്തരം നൽകി, യെസ്, ഞാനിത് നേടി എന്നാണത്രേ അതിനർത്ഥം. അങ്ങനെ എത്രയെത്ര സൂമുഴക്കങ്ങൾ നമ്മുടെ കാതിലുണ്ട്, എണ്ണാൻ പ്രയാസമാണ്. പക്ഷെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സൂമുഴക്കം വരാനുണ്ട്. ഫുട്ബോൾ മൈതാനത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അലട്ടുന്ന ഏക ദുഃഖം, കായിക ലോകത്തെ ആകെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാത്തിരിപ്പ്. CR7 ഒരു ലോകകപ്പ് വേണം. ഒരു തവണ കൂടി കാത്തിരിക്കുമോ എന്ന് അയാൾ ഈ ലോകത്തോട് ചോദിക്കുന്നു. അടങ്ങാത്ത അവന്റെ ആ ആഗ്രഹം നേടുക തന്നെ ചെയ്യും. കാരണം കാലുകൾ വിടർത്തിയൂന്നി നെഞ്ചു വിരിച്ചു നിന്ന് ആ കിരീടം വാനിലേക്ക് ഉയർത്തുന്ന ഒരു സൂമുഴക്കത്തിനായി പരകോടി പ്രാർത്ഥനകളുണ്ട്. അതിനുത്തരം പറയാൻ അവന്റെ കാലുകൾക്ക് മാത്രമേ കഴിയൂ. അതിനുവേണ്ടിയാണ് 1985 ലിസ്ബണിലെ മദിരയിൽ ആ അവതാരപ്പിറവി സംഭവിച്ചതും അവനവർ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പേരിട്ടതും. മദീരയും ലിസ്ബണും പോർച്ചുഗലും യൂറോപ്പും കീഴടക്കി CR7 ചിഹ്നം വിളിച്ചു നിന്ന 2 പതിറ്റാണ്ട്. വീണ്ടും ഒരു ലോകകപ്പ് കൂടി വരുന്നു. ഇന്നവന് 40 വയസ്സായി. അടുത്ത കൊല്ലം അമേരിക്കയിൽ ലോകകപ്പിന് പന്തുരുളുമ്പോൾ 41. കിനാക്കപ്പലുമായി ഫുട്ബോളിന്റെ ഉലകം പിടിക്കാൻ ഇറങ്ങിയ പോർച്ചുഗീസുകാരന്റെ മുന്നിൽ ഇപ്പോഴും വഴങ്ങാത്ത ഒരേ ഒരു മണ്ണ്, കാൽപന്ത് കളിയുടെ രാജഭൂമി. അതിന് പിന്നാലെയുള്ള ഓട്ടം നിർത്താൻ അയാളൊട്ടും തയ്യാറല്ല. തളർച്ചയില്ലാത്ത ഈ തപസ്സിൽ ഏറ്റവും അടുത്തെത്തിയത് 2006 അന്ന് അയാൾക്ക് 20 വയസ്സാണ്. ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് കലാശപ്പോരിലേക്കുള്ള ദുർഘട പാതകളിൽ സിനദിൻ സിദാൻ എന്ന ഫ്രഞ്ചുകാരന് മുന്നിൽ ഇടറി വീണെങ്കിലും ലോക ഫുട്ബോളിലെ ആ ചരിത്ര നിമിഷങ്ങളിലേക്ക് ആ രാജകുമാരൻ പടർന്നു കയറുന്നത് കാണാൻ സാക്ഷ്യം വഹിച്ചത് ബെർലിന്റെ മണ്ണും. 2010 പ്രീ ക്വാർട്ടറിലും, 14 ഗ്രൂപ്പ് സ്റ്റേജിലും, 18 വീണ്ടും പ്രീ ക്വാർട്ടറിലും, ഒടുക്കം 2022 ക്വാർട്ടറിലും ക്രിസ്ത്യാനോയുടെ സ്വപ്നങ്ങൾ ഉടഞ്ഞു വീണു. ഖത്തറിലും ടീം കളിച്ച 5 മത്സരങ്ങളിൽ 3ലും ക്രിസ്ത്യാനോ ആദ്യ 11 ഉണ്ടായിരുന്നു. ഗാനയ്ക്കെതിരെ നേടിയ പെനാൽറ്റി ഗോൾ മറ്റൊരു ചരിത്ര നേട്ടമായിരുന്നു. 5 ലോകകപ്പുകളിലും ഗോൾ നേടുന്ന താരമെന്ന അപൂർവത. കോച്ച് ഫെർണാണ്ടോ സാന്റോസിന്റെ ഡിഫൻസ് ശൈലി ക്രിസ്ത്യാനോയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു എന്ന വാദമുയർന്നു. പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും അദ്ദേഹത്തെ പുറത്തിരുത്തിയത് ആരാധകരുടെ നെഞ്ചിലേറ്റ ഏറ്റവും വലിയ മുറിവായിരുന്നു. സൗദി പ്രോ ലീഗിൽ അൽ നാസറിന്റെ കുപ്പായത്തിൽ ഇതുവരെ 113 മത്സരങ്ങൾ, അടിച്ചുകൂട്ടിയത് 100 ഗോളുകൾ. ഒറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് സ്വന്തം പേരിലാക്കി. തുടർച്ചയായി 2 സീസണിലും ഗോൾഡൻ ബൂട്ട്. 4 വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോററായ ഏക താരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാലിഗ, ഇറ്റാലിയൻ സീരീസും, ഇപ്പോൾ സൗദി പ്രോ ലീഗ്. തീർന്നിട്ടില്ല. അത്യപൂർവമായ ഒരു സ്വപ്നത്തിന് പിന്നാലെയാണ് തപസ്സിന്റെ തുടർച്ച. കരിയറിലാകെ 1000 ഗോളുകൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരം എന്നതാണ് ക്രിസ്ത്യാനോയെ കാത്തിരിക്കുന്ന അസാധാരണ റെക്കോർഡ്. 939 എത്തിയിരിക്കുന്നു ഇപ്പോൾ. 61 ഗോളുകളുടെ കുറവുണ്ട്. എന്നാൽ ഇതിനുവേണ്ടി മാത്രമാണ് CR7 സൗദിയിൽ തുടരുന്നത് എന്ന് വിചാരിക്കാനാകില്ല. ലക്ഷ്യം ലോക കിരീടം തന്നെയാണ്. വലിയ സമ്മർദ്ദവും പരിക്കുകളുമില്ലാതെ ഫോമിൽ തന്നെ തുടരണം. അമേരിക്കയിലേക്കുള്ള സംഘത്തിൽ ഇടം പിടിക്കണം. ഒരിക്കൽ കൂടി കിനാവുകളുടെ മഹാമൈതാനത്ത് ബൂട്ട് കെട്ടിയിറങ്ങണം. അതിനുവേണ്ടിയാണ് 2027 വരെ അൽ നസറിലെ കരാർ നീട്ടിയത്. എങ്കിലും കഴിഞ്ഞ ലോകകപ്പ് പോലെയല്ല. ഇക്കുറി പുതിയ കോച്ച് റോബർട്ടോ മാർട്ടിനസിന്റെ പദ്ധതികളിലെല്ലാം പ്രധാനിയായി ക്രിസ്ത്യാനോയുണ്ട്. റോണോ ലോകകപ്പ് അർഹിക്കുന്നുണ്ട്. അതിനായി ഞങ്ങൾ പ്രയത്നിക്കുമെന്ന ഉറപ്പ് സഹതാരങ്ങൾക്കുമുണ്ട്. എങ്കിലും വില്യം ഗല്ലാസ് അടക്കമുള്ള ചില മുൻ താരങ്ങൾക്ക് ക്രിസ്ത്യാനോയുടെ ആഗ്രഹങ്ങളിൽ ഇപ്പോഴും ആത്മവിശ്വാസക്കുറവുണ്ട്. 41 വയസ്സിൽ ഇദ്ദേഹം എന്ത് കാണിക്കാനെന്നാണ് ഇവരുടെ ചോദ്യം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഫുട്ബോൾ മൈതാനത്ത് റോണോ സ്വന്തമാക്കിയതെല്ലാം കഠിനാധ്വാനമേറിയതാണ്. അതുകൊണ്ട് പ്രായത്തിന്റെ കേവല നമ്പറുകൾ വെച്ച് ക്രിസ്ത്യാനോയെ അളക്കരുത്. 5 ബാലൻഡോറുകളും അത്ര തന്നെ ചാമ്പ്യൻസ് ലീഗും
ഒരു യൂറോ കപ്പും കൊണ്ട് ഫുട്ബോൾ മൈതാനത്ത് നീ രചിച്ച കാവ്യം അവിശ്വസനീയമാണ്. ഇനി കളങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ഒന്നു മാത്രം, അത് നേടിയെടുക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരു സൂമുഴക്കം അകലെയല്ല. ആ സൂമുഴക്കത്തിൽ ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളും. ഇതൊരു തലമുറയുടെ കാത്തിരിപ്പാണ്, അയാളെ നെഞ്ചിലേറ്റിയ ഒരു തലമുറയുടെ കൊതി. അതുകൊണ്ട് അയാൾക്ക് ആ ലോകകപ്പിൽ മുത്തമിട്ടേ പറ്റൂ. അതെ, അയാൾക്ക് വേണ്ടി അലറി വിളിക്കാൻ ഈ ലോകം തന്നെ കാത്തിരിക്കുന്നുണ്ട്.